ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പലഹാരത്തിൻ്റെതാണ് കേട്ടോ. കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. മട്ട അരി കൊണ്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. എല്ലാവരും തയ്യാറാക്കുന്നതാണ്, പക്ഷേ റേഷൻ കടയിലൊക്കെ നമുക്ക് കിട്ടില്ല. ആ മട്ട അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. നന്നായിട്ട് പൊടിച്ച മട്ട അരി എടുക്കുക. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളച്ച വെള്ളം ചൂടാക്കി വെക്കുക കേട്ടോ. തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടല്ലേ, മറ്റേ സാധാരണ പച്ചരിപ്പൊടി കൊണ്ടല്ലേ തയ്യാറാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുള്ള കൊഴുക്കട്ടയാണ് കേട്ടോ. അമ്മയാണ് തയ്യാറാക്കുന്നത്, ചെണ്ടമ്മയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല തിളപ്പിച്ച് വെള്ളം വെക്കണം കേട്ടോ. എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ കുഴച്ചെടുത്ത് വെക്കുക കേട്ടോ. കൊഴുക്കട്ടയൊക്കെ എല്ലാവരും തയ്യാറാക്കണ റെസിപ്പിയാണ്, പക്ഷേ ഞങ്ങളെങ്ങനെ തയ്യാറാക്കണേ നമ്മൾ കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ ഒരു 4-5 അച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് തയ്യാറാക്കി അരിച്ചൊക്കെ വെക്കുക കേട്ടോ. കല്ലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ അരിച്ച് വെക്കുക. ഇനി നമ്മളൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചേർത്ത് കൊടുക്കുക. ഒരു നാളികേരം ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിപ്പൊടിയാണ്, മട്ട അരിപ്പൊടിയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ അരിപ്പൊടി നല്ലോണം തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പൊന്തി വരും. നമ്മൾ ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ശർക്കരപ്പാവിലേക്ക് നാളികേരം ഇട്ടു. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കറുത്ത ശർക്കര ഉണ്ടായിരുന്നില്ല, കറുത്ത ശർക്കര എടുക്കാൻ നോക്കാം കേട്ടോ. വെള്ള ശർക്കരയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒന്നുകൂടി നല്ല കളർ കിട്ടും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ശർക്കര പാനിയൊക്കെ നാളികേരമൊക്കെ ഒന്ന് വറ്റി വരണം. ആ ശർക്കരപ്പാവൊക്കെ ഒന്ന് വറ്റി വരണം. പിന്നെ നല്ല ജീരകവും ഏലക്കായ ഒരു 4 എണ്ണം, ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം കൂടി പൊടിച്ചത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഇതുപോലെ ഉരുട്ടി ഒന്ന് പരത്തി കൊടുത്ത് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വട്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നാളികേരം ശർക്കരയുള്ള മിക്സ് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ പൊതിഞ്ഞെടുത്ത് നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഇത് അറിയാത്തവരുണ്ടാവുമല്ലോ. ഈ പുതിയ കുട്ടികൾക്കൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്കൊക്കെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് ഒന്നും കൂടി ഉരുട്ടി ഇതുപോലെ വയ്ക്കുക. അപ്പോഴേക്കും നമ്മളവിടെ അപ്പച്ചമ്പോ സ്റ്റീമറോ തിളപ്പിക്കാൻ വെക്കട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കണേ. നമ്മളെല്ലാം കൊഴുക്കട്ട ഇതുപോലെ ഉരുട്ടി അപ്പച്ചമ്പിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്